ഞാനിന്ന് എങ്ങനെയാണ് ഒരു ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റ് വാങ്ങുന്ന പോലെ തന്നെ ഉണ്ടാവും. അതായത് നമ്മൾ റെസ്റ്റോറൻറ്റ് വാങ്ങുന്നതൊക്കെ അവരെന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ചേർത്തായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവും. നമുക്ക് വീട്ടിൽ നല്ല ശുദ്ധമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ടൊമാറ്റോ കെച്ചപ്പ്. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് വീട്ടിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി, പഴുത്ത തക്കാളി നോക്കിയെടുക്കണം. ഇതേപോലെ ഞാനിപ്പോൾ ഇവിടെ 6 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഇതുപോലെ പഴുത്ത തക്കാളി വേണം. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കുറച്ച് തക്കാളി എടുത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി തക്കാളി. ഈ തക്കാളിയിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഒരു കഷ്ണം പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പു എന്ന് പറയുമ്പോൾ 2-3 എണ്ണം ചേർത്താൽ മതി. 2-3 ഗ്രാമ്പു ഇടുക. നമ്മൾ കുക്കറിലുണ്ടല്ലോ, കുക്കറിൽ വേവിക്കാൻ വെക്കുക. കുക്കറിൽ വേവിച്ചിട്ട് നല്ല വിസിൽ വേണം. വിസിൽ വെക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വിസിൽ വയ്ക്കുക. മിക്സിയിൽ നല്ലോണം അരക്കണം. അരച്ചതിന് ശേഷം ഇതുപോലെ അരിച്ചെടുക്കണം. ഉപ്പ് ചേർത്തു, മുളക് പൊടി ചേർത്തു. ഇനി ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. ഒരു പിഞ്ച് പഞ്ചസാരയാണ്, കുറച്ച് മാത്രം മതി. നമുക്ക് മധുരം നല്ലോണം വേണോണ്ട് പഞ്ചസാര നല്ലോണം ചേർക്കണം. സാധാരണ നമ്മൾ ടൊമാറ്റോ സോസ് കൊണ്ട് മധുരം ഉണ്ടാവുക, അത് കാരണം പഞ്ചസാര ചേർക്കണം. അടുത്തത് വന്നിട്ട് വിനെഗറാണ് ചേർക്കേണ്ടത്. വിനെഗർ ഒരുപാടൊന്നും ചേർക്കാൻ പാടില്ല, കുറച്ച് മാത്രം. വിനെഗർ ചേർത്തു. ടൊമാറ്റോ സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഗട്ടിയിൽ വരണം. ഗട്ടിയിൽ വന്നാലാണ് സോസ് ആവുക. അതായത് ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി പഞ്ചസാരയും വിനെഗറും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഗട്ടിയാവണം, നല്ല കുറുകുണ്ട്. അതായത് ഇതേപോലെ വരണം. അപ്പോഴാണ് ടൊമാറ്റോ സോസ് ആവുന്നത്. ആണ് ഞാൻ ഉണ്ടാക്കിയ ടൊമാറ്റോ കെച്ചപ്പ്. നമ്മൾ വീട്ടിൽ നല്ല സ്വാദിഷ്ടമായ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാം. നമ്മൾ മിക്സിയിലിട്ട് അരക്കുന്നതിന് മുമ്പേ നമ്മൾ ആ തക്കാളി ഇതിൽ സോസാക്കാൻ വെച്ചിട്ടില്ലേ, അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ഗ്രാമ്പും പട്ടയും എടുത്ത് മാറ്റണം. അതെടുത്ത് അരയ്ക്കാൻ പാടില്ല.